ചില നിർദ്ദേശങ്ങൾ: പരോൾ, ശിക്ഷാ കാലാവധി കഴിയാതെ വിട്ടയക്കൽ എന്നിവ നിയമം മൂലം നിർത്തലാക്കുക. തെറ്റായ രീതിയിൽ കരാറുകൾ ക്ഷണിച്ച് പിന്നീട് കരാർ റദ്ദാക്കി കൂടുതൽ ചെലവ് വന്നാൽ നഷ്ടം കരാർ ക്ഷണിച്ചവരിൽ നിന്നും ഈടാക്കുക. വന്യജീവി ആക്രമണം തടയാൻ മറ്റു സംസ്ഥാനങ്ങൾ സ്വീകരിച്ച നടപടി നടപ്പിൽ വരുത്തുക. കോളേജ്, സ്കൂൾ എന്നിവിടങ്ങളിൽ ഇടിമുറി, ആയുധങ്ങൾ, റാഗിംഗ് എന്നിവയില്ല എന്ന് ഉറപ്പുവരുത്താൻ ടീച്ചേഴ്സിന് സ്ഥാപന സ്ഥലങ്ങൾ വീതിച്ചു നൽകുകയും 14 ദിവസം കൂടുമ്പോൾ പോലീസ് പരിശോധന നടത്തുകയും ചെയ്യുക. 6 മാസത്തിൽ കൂടുതൽ ആളെ നിയമിച്ചിട്ടുള്ള എല്ലാ തസ്തികയ്ക്കും PSC മുഖേന സ്ഥിരം നിയമനം നൽകുകയും അവർക്ക് ശമ്പളം നേരത്തെ നൽകിക്കൊണ്ടിരുന്ന അതേ നിരക്കിൽ അതേ ഫണ്ടിൽ നിന്നും നൽകുകയും ചെയ്യുക. PSC മെമ്പർമാരുടെ യോഗ്യത നിർണയിച്ച് അവരെ മത്സര പരീക്ഷ മുഖേന തിരഞ്ഞെടുക്കുക. PSC മെമ്പർമാരുടെ എണ്ണം ഓരോ വർഷവും നിയമിതരാകുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് ക്രമീകരിക്കുക. ശമ്പളം വകുപ്പ് മേധാവികളുടെ നിരക്കായി നിർണയിക്കുക. സ്ഥാപനങ്ങളിൽ വരുന്ന ഒഴിവുകളിലേക്കുള്ള നിയമനം ആ സ്ഥാപനങ്ങളിലേക്ക് മാത്രമായി PSC മുഖേന നടപ്പിലാക്കി ട്രാൻസ്ഫറുകൾ ക്രമേണ നിർത്തലാക്കുക. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അതത് സ്റ്റേഷനിലേക്ക് നേരിട്ട് തിരഞ്ഞെടുത്ത് അവിടുത്തെ പ്രവൃത്തിയും ക്രമസമാധാന നിലയും വിലയിരുത്തി തുടരാനുള്ള അനുവാദം നൽകുക. ബയോളജിക്കൽ മാലിന്യം സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ അടുത്തടുത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ചേർന്ന് സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് സ്ഥാപിക്കുകയും അവിടെ സ്ഥാപിക്കാൻ പൊതുജനം സമ്മതിക്കുന്നില്ലെങ്കിൽ പൊതുജനം സ്വയം വീടുകളിലും സ്ഥാപനങ്ങളിലും തന്നെ സംസ്കരിക്കാൻ നിർദ്ദേശം നൽകുകയും നടപ്പിലാക്കുകയും ചെയ്യുക. തെരുവ് പട്ടികളെ കൊന്നൊടുക്കുകയോ ABC നടത്തി സംരക്ഷണ കേന്ദ്രങ്ങളിൽ താമസിപ്പിക്കുകയോ ചെയ്യുക. വീട്ടുനായ്ക്കളുടെ DNA ഫിംഗർ പ്രിന്റിംഗ് നടത്തി ഡേറ്റ സൂക്ഷിച്ച് നായ വീടിന് പുറത്ത് കണ്ടാൽ ഉടമസ്ഥനെ ശിക്ഷിക്കുക. ശമ്പളം, പെൻഷൻ, ക്ഷേമനിധി എന്നിവ സർക്കാർ അധികാരത്തിൽ ഏറുന്ന തീയതി മുതൽ കൊടുക്കേണ്ട രീതിയിൽ കുടിശ്ശിക വരുത്താതെ കൊടുക്കുക. മുൻ സർക്കാർ കൊടുക്കാതെ കുടിശ്ശിക വരുത്തിയതിൻ്റെ കണക്ക് പ്രസിദ്ധപ്പെടുത്തി അത് കൊടുക്കാത്തതിന് ഭരിച്ച പാർട്ടികളെ കുറ്റപ്പെടുത്തി വ്യാപക പ്രചാരം നടത്തുക. കുടിശ്ശിക കൊടുക്കാൻ തുക കണ്ടെത്താൻ വിഭവസമാഹരണത്തിനുള്ള നടപടികൾ സ്വീകരിച്ച് കുടിശ്ശിക കൊടുക്കുക. റാഗിംഗ് കുറ്റവാളികളെ തുടർന്ന് പഠിപ്പിക്കുന്നതിന് കേരളത്തിലെ സ്ഥാപനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റെക്കോർഡുകൾ മുതലായവ സമർപ്പിക്കേണ്ടതിന് വിദ്യാർത്ഥികളുടെ സൗകര്യപ്രകാരം തീയതി നിശ്ചയിക്കുവാൻ സ്ഥാപനങ്ങളെ അധികാരപ്പെടുത്തുകയും തീയതിയിൽ അവ സമർപ്പിച്ചില്ലെങ്കിൽ നൽകേണ്ട ശിക്ഷ, അച്ചടക്കരഹിതമായ പ്രവൃത്തികൾക്ക് നൽകേണ്ട ശിക്ഷ എന്നിവ ഉൾപ്പെടുത്തി ഡിസിപ്ലിനറി ആക്ഷൻ പ്രോട്ടോകോൾ ഉണ്ടാക്കുക.